എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി വളരെ ഈസി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ്. ഗോതമ്പ് പൊടി കൊണ്ട് രാവിലേക്ക് എണീറ്റ് വെറും അരമണിക്കൂറിനുള്ളിൽ നമുക്ക് റെഡിയാക്കിയിട്ട് എടുക്കാൻ പറ്റിയ പഞ്ഞി പോലുള്ള ഒരു പാലപ്പത്തിന്റെ റെസിപ്പിയാണ്. നമ്മൾ പച്ചരിയൊക്കെ വെള്ളത്തിൽ കുതിർത്തി അരച്ചെടുക്കുന്ന ഒരു പാലപ്പം പോലെ തന്നെ ഈ ഒരു ഗോതമ്പ് പൊടി കൊണ്ടുള്ള പാലപ്പം നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഉണ്ടാക്കി നോക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്. അപ്പോൾ ഈ ഒരു പാലപ്പത്തിന്റെ കൂടെ ഒരു മുട്ടറോസ്റ്റിന്റെ റെസിപ്പി കാണിക്കുന്നുണ്ട്. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഗോതമ്പ് പൊടി വെച്ചിട്ടുള്ള പാലപ്പം എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യുക. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇതുപോലെ ഈ ഒരു പാത്രത്തിലേക്ക് 2 കപ്പ് അളവിൽ ഗോതമ്പൊടി ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 250 ml ഈ ഒരു കപ്പിൽ 2 കപ്പ് അളവിൽ ഗോതമ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി നിങ്ങളുടെ അളവ് കപ്പില്ലെങ്കിൽ സാധാ വലിപ്പമുള്ള ഒരു ഗ്ലാസ്സിൽ അളന്നിട്ട് എടുത്താൽ മതി. ബാക്കി ചേർത്ത് കൊടുക്കുന്ന ചേരുവകളും ഗ്ലാസ്സിനനുസരിച്ച് കറക്റ്റായിട്ട് ചേർത്ത് കൊടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ 250 ml കപ്പിൽ 2 കപ്പ് അളവിൽ ഗോതമ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഗോതമ്പ് പൊടി അളന്നിട്ടെടുത്ത ഒരു സെയിം കപ്പിൽ തന്നെ 1 കപ്പ് അളവിൽ ചിരകിയ തേങ്ങ കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ഒരു 1/2 കപ്പ് അളവിൽ ചോറാണ്. ഇനി ഇതുപോലെ ഒരു മിക്സിയുടെ ഒരു ജാർ എടുക്കുക. നമ്മൾ ഗോതമ്പൊടി അളന്നിട്ടെടുത്ത ഒരു സെയിം കപ്പിൽ തന്നെ 2 കപ്പ് അളവിൽ നമുക്കിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇപ്പം നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന വെള്ളം നോർമൽ വാട്ടർ ആണ്. അപ്പോൾ 250 ml കപ്പിൽ 2 കപ്പ് അളവിൽ വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ അളന്നെടുത്ത് വെച്ചിരിക്കുന്ന ഒരു ഗോതമ്പൊടിയും തേങ്ങയും ചോറും ഒക്കെ ഇല്ലേ, അത് ഫുള്ളായിട്ട് ഇതിലേക്ക് ഒരു വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുക. എല്ലാം തന്നെ ഇതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു 1.5 ടീസ്പൂൺ അളവിൽ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ആണ് കേട്ടോ. ഞാനിപ്പോൾ ഇതിലേക്ക് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഈസ്റ്റ് നമ്മൾ ചേർത്ത് കൊടുത്തു എന്ന് കരുതിയിട്ട് ഈസ്റ്റിൻ്റെ ഒരു ചുവയൊന്നും ഉണ്ടാവത്തില്ല. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് പഴകിയിട്ടുള്ള ഈസ്റ്റ് നമ്മൾ ചേർത്ത് കൊടുക്കരുത്. ഈസ്റ്റ് നമ്മൾ ചേർത്ത് കൊടുക്കുമ്പോൾ എപ്പോഴും പുതിയ ഈസ്റ്റ് വേണം കേട്ടോ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതെല്ലാം കൂടി ഒരു തവി വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് നല്ല പോലെ തന്നെ മിക്സിയിലൊന്ന് പേസ്റ്റ് പരുവത്തിൽ നിന്ന് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഇതുണ്ടല്ലേ നല്ല പോലെ തന്നെ ഒട്ടും തന്നെ തരികളൊന്നും ഇല്ലാതെ നല്ല ഫൈനായിട്ട് ഞാൻ ഇതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ വന്നിട്ട് നമ്മളൊന്ന് അരച്ചിട്ടെടുക്കാൻ വേണ്ടിയിട്ട്. ഇതിപ്പോൾ കണ്ടില്ല, ഈ ഒരു കട്ടിക്കാണ് നമ്മളൊന്ന് അരച്ചെടുത്തിരിക്കുന്നത്. ഇതിന് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇതുപോലെ വേറൊരു പാത്രത്തിലേക്ക് നമ്മൾ മാറ്റിയതിന് ശേഷം ഇനി നമുക്കിതിലേക്ക് വളരെ കുറച്ച് മാത്രം ഇളം ചൂടുവെള്ളം കൂടി ചേർത്ത് കൊടുക്കേണ്ടതാണ്. ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു 1/4 കപ്പ് അളവിൽ ഇളം ചൂടുവെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഇളം ചൂടുവെള്ളം നമ്മളിതിലേക്ക് ചേർത്ത് കൊടുത്താൽ ആ ഒരു മാവ് പെട്ടെന്ന് തന്നെ നമുക്ക് പൊങ്ങിക്കിട്ടും. അല്ലെങ്കിൽ തന്നെ ഗോതമ്പൊടി ആയതുകൊണ്ട് പെട്ടെന്ന് പൊങ്ങിക്കിട്ടും. നമ്മൾ ഈ ഒരു ഇളം ചൂടുവെള്ളം കൂടി ചേർത്ത് കൊടുക്കുമ്പോഴത്തേക്കും അത് കുറച്ചും കൂടി പെട്ടെന്ന് പൊങ്ങി വരാൻ വേണ്ടി സഹായിക്കുന്നതാണ്. അപ്പോൾ ഇതുണ്ടല്ലോ ഗോതമ്പൊടി വെച്ചിട്ടുള്ള നമ്മുടെ ഒരു പാലപ്പത്തിൻ്റെ മാവിരിക്കേണ്ടത് ഈ ഒരു കട്ടിക്കാണ്. ഒരുപാടങ്ങ് കട്ടി കൂടാനും പാടില്ല, എന്നാൽ ഒരുപാട് ലൂസായും പോവുകയും ചെയ്യരുത് മാവ്. ഈ ഒരു കട്ടിക്ക് വേണം നമ്മളൊന്ന് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. ഇനി അഥവാ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് നമ്മളൊക്കെ എടുക്കുന്ന ഗോതമ്പൊടിയുടെ അനുസരിച്ച് മാവ് കുറച്ച് കട്ടിയായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഇളം ചൂടുള്ള വെള്ളം ചേർത്ത് കൊടുത്ത് നമ്മൾ ഈ ഒരു പരുവത്തിന് മാവൊന്ന് റെഡിയാക്കി എടുത്താൽ മതി. ഇനി മാവിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഈ ഒരു അപ്പത്തിന് നല്ലൊരു മയവും പെട്ടെന്ന് പുളിക്കാനും ഒക്കെ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാര ഇട്ട് കൊടുക്കാം. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ. നല്ല പോലെ തന്നെ ഈ ഒരു പഞ്ചസാരയും വെളിച്ചെണ്ണയും ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഈ ഒരു മിക്സ് നമുക്ക് ഈ ഒരു ബാറ്ററിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഈ ഒരു മാവ് വീണ്ടും ഇതുപോലെ നന്നായിട്ട് ഇളക്കിയിട്ടെടുക്കുക. ഇനി ഈ ഒരു മാവ് നമുക്ക് ഇതുപോലെ അടച്ചു വെച്ച് കൊടുത്ത് ഒരു അരമണിക്കൂറൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. നല്ല ചൂടുള്ള സ്ഥലങ്ങളാണെങ്കിൽ കറക്റ്റ് ഒരു അരമണിക്കൂറിനുള്ളിൽ തന്നെ നമുക്കിത് നന്നായിട്ട് പൊങ്ങി വരും. തണുപ്പുള്ള സ്ഥലങ്ങളാണെങ്കിൽ കുറച്ചും കൂടി സമയം ഒന്ന് കൂടുതലെടുത്തുന്നിരിക്കും. അപ്പോൾ അത്യാവശ്യം നല്ല ചൂടുള്ള സ്ഥലങ്ങളാണെങ്കിൽ കറക്റ്റ് ഒരു അരമണിക്കൂർ മതി. നമുക്ക് നന്നായിട്ട് തന്നെ ഇത് പൊങ്ങിക്കിട്ടും. ഇവിടെ ഇപ്പോൾ അത്യാവശ്യം നല്ല ചൂടായതുകൊണ്ട് തന്നെ ഇതിപ്പോൾ കണ്ടില്ലേ കറക്റ്റ് ഒരു 30 മിനിറ്റ് അരമണിക്കൂർ ആയപ്പോഴത്തേക്കും നന്നായിട്ട് തന്നെ ഈ ഒരു മാവൊന്ന് പൊങ്ങിക്കിട്ടിയിട്ടുണ്ട്. ഇത് കണ്ടില്ലേ ഇതുപോലെ നന്നായിട്ട് മാവൊന്ന് പൊങ്ങി വരണം കേട്ടോ. അപ്പോൾ നമ്മുടെ പാലപ്പത്തിന് ആവശ്യമായിട്ടുള്ള മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ചുട്ടിട്ടെടുക്കാം. അപ്പോൾ ഈ ഒരു പാലപ്പത്തിന് ഈ ഒരു ചട്ടിയെ ചെറിയൊരു ചൂടിൽ കിടക്കാണ്. ഇതിലേക്ക് നമുക്കൊരു 1.25 തവിയുള്ള മാവ് ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് നമ്മൾ തീയൊന്ന് കുറച്ച് വെച്ച് കൊടുക്കാം കേട്ടോ. ഇതുപോലെ മാവ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ ഇതിലൊന്ന് ചുറ്റിച്ചു കൊണ്ടിരിക്കുക. മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് വേണം നമ്മളിത് വേവിച്ചിട്ടെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതുണ്ട് ഇതുപോലെ ചെറിയ ചെറിയ ബബിൾസ് എല്ലായിടത്തും വന്ന് കഴിയുമ്പോഴത്തേക്കും ഇനി നമുക്കിത് മൂടി വെച്ച് അടച്ചു വെച്ച് കൊടുത്ത് നന്നായിട്ടൊന്ന് വേവിച്ചിട്ടെടുക്കാം. അപ്പോൾ കുറച്ച് സമയം നമ്മൾ ഇതുപോലെ മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുമ്പോഴത്തേക്കും നമ്മുടെ പാലപ്പം നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ടാവും. ഈ ഒരു ഗോതമ്പൊടി കൊണ്ടുള്ള ഈ ഒരു പാലപ്പം നമ്മൾ ഇതുപോലെ ചുട്ടിയിട്ട് ആ ഒരു ചൂടോട് കൂടിയിട്ട് നല്ല കറിയും കൂട്ടി കഴിക്കാൻ നല്ല അടിപൊളിയാണ് കേട്ടോ. തണുത്താലും കുഴപ്പമൊന്നുമില്ല, നല്ല ടേസ്റ്റ് തന്നെയാണ്. പക്ഷേ ഒരു ചൂടോട് കൂടിയിട്ട് തന്നെ കഴിക്കുമ്പോൾ കുറച്ചും കൂടി നല്ലൊരു ടേസ്റ്റ് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് എല്ലാ അപ്പവും ഒന്ന് ചുട്ടിട്ടെടുക്കാം. നമ്മൾ മാവ് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് തീയൊന്ന് കുറച്ച് വെച്ച് കൊടുക്കുക നന്നായിട്ട്. എന്നിട്ട് ഇതുപോലെ ചുറ്റിച്ചെടുത്തതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് വേണം നമ്മളിത് വേവിച്ചിട്ടെടുക്കാൻ വേണ്ടിയിട്ട്. ഏകദേശം ഒരു 10-15 അപ്പത്തോളം നമുക്ക് കിട്ടും 2 കപ്പ് അളവിൽ മാവിൽ.
അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഗോതമ്പ് പൊടി വെച്ചിട്ടുള്ള നമ്മുടെ ഈ ഒരു പാലപ്പം എല്ലാം തന്നെ ഞാനിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഈ ഒരു അപ്പം നോൺ വെജ് കറിയുടെ കൂടെയും അതുപോലെ തന്നെ വെജിറ്റബിൾ കറിയുടെ കൂടെയും എല്ലാ കറിയുടെ കൂടെ കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ. ഞാനിപ്പോൾ ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് നല്ലൊരു നാടൻ അടിപൊളി മുട്ട റോസ്റ്റ് ആണ് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഒരു 7 കോഴിമുട്ട ഇതുപോലെ ഞാനൊന്ന് പുഴുങ്ങിയെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതുപോലെ ഒരു പാനിലേക്ക് ഒരു 2-3 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായിട്ട് വരുമ്പോഴത്തേക്കും കുറച്ച് കടുക് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. കടുക് ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും വളരെ കുറച്ച് മാത്രം ഒരു 1/4 ടീസ്പൂൺ അളവിൽ ഉലുവ ചേർത്ത് കൊടുക്കുകയാണ്. വളരെ കുറച്ച് ഉലുവ ചേർത്ത് കൊടുത്താൽ നല്ലൊരു ടേസ്റ്റ് ആണ്. കൂടിപ്പോവരുത്, കൂടിപ്പോയാൽ ഒരു കയ്പുണ്ടാവും. അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ പെരിഞ്ചീരകം ചതച്ചതും കൂടി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് 1 ടീസ്പൂൺ അളവിൽ ഇഞ്ചി ചെറിയതായിട്ട് അരിഞ്ഞതും ഒരു 4 പച്ചമുളക് നെടുകെ കീറിയതും കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് നമുക്കിതൊന്ന് ഇളക്കിയിട്ട് എടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 5 വലിയ സവാളയാണ്. അത്യാവശ്യം വലിപ്പമുള്ള 5 സവാള വളരെ കനം കുറഞ്ഞ് നീളത്തിൽ വേണം നമ്മളൊന്ന് അരിഞ്ഞിട്ടെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ സവാള അരിഞ്ഞതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്കൊരു സവാള നല്ല പോലെ തന്നെ ഒന്ന് വഴറ്റിയെടുക്കണം. മുട്ട നമ്മൾ റോസ്റ്റ് ചെയ്യുമ്പോൾ മുട്ട റോസ്റ്റിന് കറക്റ്റ് നല്ലൊരു ടേസ്റ്റ് കിട്ടണമെങ്കിൽ നമ്മളൊരു സവാള വഴറ്റിയെടുക്കുന്ന ഒരു രീതിക്കാണ്. മാക്സിമം നമുക്ക് സവാള എത്രത്തോളം നന്നായിട്ട് വഴറ്റിയെടുക്കാവോ അത്രയും നന്നായിട്ട് വഴറ്റിയെടുത്താൽ മുട്ട റോസ്റ്റിൻ്റെ ഒരു ടേസ്റ്റും കുറച്ചും കൂടി കൂടുന്നതായിരിക്കും. അപ്പോൾ നന്നായിട്ട് തന്നെ നമുക്ക് സവാള ഇതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇതുണ്ടല്ലോ സവാള ഇതുപോലെ നന്നായിട്ട് തന്നെ നമ്മളൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. ഈ ഒരു പാകമായിട്ട് വരുമ്പോഴത്തേക്കാണ് ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കേണ്ടത്. ഞാൻ മുട്ട റോസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാറില്ല. മുട്ട റോസ്റ്റ് ചെയ്യുമ്പോൾ തക്കാളി ചേർത്ത് കൊടുക്കുമ്പോഴത്തേക്കും അതിൻ്റെ ഒരു ടേസ്റ്റ് മാറിപ്പോകുന്ന പോലെ തോന്നാറുണ്ട്. അപ്പോൾ ഞാൻ ചേർത്ത് കൊടുക്കാറില്ല. നിങ്ങൾ ചേർത്ത് കൊടുക്കുമെങ്കിൽ ഒരു തക്കാളി വേണമെങ്കിൽ ഇതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇതിലേക്ക് ഇപ്പോൾ നമുക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇപ്പം നമുക്ക് 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. വീണ്ടും എരിവ് നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ 1 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടിയും 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും 3/4 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂൺ അളവിൽ മീറ്റ് മസാലയും കൂടി ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. ഈ ഒരു പൊടികളെല്ലാം കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇതുപോലെ ഇളക്കി പൊടികളുടെ ആ ഒരു പച്ച ചുവയൊന്ന് മാറി വന്നതിന് ശേഷം ഇതിലേക്ക് നമുക്കൊരു 1/2 കപ്പ് അളവിൽ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. വീണ്ടും ഇതിലേക്ക് ഞാനൊരു 1 ടീസ്പൂണും കൂടി കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ശേഷം ഇതിലേക്ക് ഒരു 1/2 കപ്പ് അളവിൽ വെള്ളം കൂടി ഒഴിച്ച് കൊടുത്ത് ഇതൊന്ന് തിളച്ച് കയറി വരാൻ തുടങ്ങുമ്പോഴത്തേക്കും നമ്മൾ പുഴുങ്ങി എടുത്ത് വെച്ചിരിക്കുന്ന മുട്ട ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. മുട്ടയെല്ലാം തന്നെ ഇതിലൊന്ന് വരഞ്ഞ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. മുട്ടയെല്ലാം തന്നെ ഇതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് കറിവേപ്പിലയും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുത്ത ഒരു മസാലപ്പൊടികളുടെയൊക്കെ ഒരു ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ കുറച്ച് മാത്രം ഇതുപോലെ നമ്മൾ പഞ്ചസാര ഇട്ട് കൊടുക്കുകയാണെങ്കിൽ മുട്ട റോസ്റ്റും കുറച്ചും കൂടി നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. വളരെ കുറച്ച് മാത്രം മതിയിട്ട് ഒരു 1/4 ടീസ്പൂണൊക്കെ നമുക്ക് ഇതിലൊന്ന് വെതറിയിട്ട് കൊടുക്കാം. ശേഷം നമുക്ക് ഇതുപോലെ നന്നായിട്ട് തന്നെ ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇതുപോലെ നമ്മൾ മുട്ട ഇട്ട് കൊടുത്തതിന് ശേഷം തീ ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിലേക്ക് വെച്ച് കൊടുത്തിട്ട് ഒരു 10-15 മിനിറ്റ് നമ്മളിതൊന്ന് കുക്ക് ചെയ്യേണ്ടതാണ്. അപ്പോഴാണ് നമുക്കിത് കുറച്ചും കൂടി നന്നായിട്ട് വഴണ്ട് നല്ലൊരു ഡാർക്ക് കളറായിട്ട് നമ്മുടെ മുട്ട റോസ്റ്റ് കിട്ടുന്നത്. അപ്പോൾ ആ ഒരു പരുവ് എത്തുന്നിടം വരെ നമ്മൾ മീഡിയം ടു ലോ ഫ്ലെയിമിലേക്ക് ഇട്ട് കൊടുത്ത് ഒരു 10-15 മിനിറ്റ് നമ്മളൊന്ന് ഇളക്കി കൊടുക്കേണ്ടതാണ്. ലാസ്റ്റ് ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് എരിവ് വേണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം ഒരു 1/2 ടീസ്പൂൺ കൂടി നമുക്ക് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് കാശ്മീരി മുളക് പൊടിയാണ് ഇട്ട് കൊടുത്തിരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് എരിവ് ഉണ്ടാവത്തില്ല, അത്യാവശ്യം നമുക്ക് നല്ലൊരു കളർ ഉണ്ടാവും. അപ്പോൾ എരിവ് നോക്കിയിട്ട് ഇതുപോലെ ആവശ്യമെങ്കിൽ മാത്രം നമുക്ക് വളരെ കുറച്ച് മാത്രം കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം ലാസ്റ്റായിട്ട്. അപ്പോൾ ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടതാണ്. അപ്പോൾ ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിലേക്ക് വെച്ച് കൊടുത്ത് ഒരു 10-15 മിനിറ്റോളം നമുക്കിതൊന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഇതുണ്ടല്ലേ ഏകദേശം ഒരു 10-15 മിനിറ്റോളം തന്നെ മുട്ട ഇട്ട് കൊടുത്തതിന് ശേഷം ഞാനൊന്ന് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുണ്ടല്ലേ ഈ ഒരു നല്ലൊരു ഡാർക്ക് കളറായിട്ട് നമുക്ക് കിട്ടണം. ഈ ഒരു പരിവായിട്ട് വന്നാൽ നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു മുട്ട റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നല്ല ചൂടോട് കൂടിയിട്ട് തന്നെ നമ്മുടെ ഗോതമ്പൊടി കൊണ്ടുള്ള ഒരു പാലപ്പത്തിൻ്റെ കൂടി ഇത് സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഗോതമ്പൊടി വെച്ചിട്ട് നിങ്ങൾ പാലപ്പം ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒരിക്കലെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഒരിക്കലും ഉണ്ടാക്കിയാൽ വീണ്ടും വീണ്ടും ഉണ്ടാക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം നമ്മൾ എപ്പോഴും ഗോതമ്പൊടി കൊണ്ട് ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കി കഴിക്കുന്ന സമയത്ത് ഇതുപോലെ ഇടയ്ക്ക് ഒരു പാലപ്പം ഉണ്ടാക്കി കഴിക്കുക കേട്ടോ. നല്ല ടേസ്റ്റ് തന്നെയാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നല്ല ചൂടോട് കൂടിയിട്ടാണ് നമ്മൾ കഴിക്കുന്നതെങ്കിൽ കുറച്ചും കൂടി നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കഴിക്കുന്ന ഒരു സമയത്ത്. ഗോതമ്പ് പൊടിയുടെ ഒരു കുത്തലോ ഈസ്റ്റിൻ്റെ ഒരു മണമോ ഒന്നും തന്നെ ഉണ്ടാവത്തില്ല കേട്ടോ. ധൈര്യമായിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ഉണ്ടാക്കി നോക്കാം കേട്ടോ. ഉണ്ടാക്കി നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ മറക്കാതെ തന്നെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്ന് അറിയിക്കുക. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. നിങ്ങളുടെ ഫാമിലിയും ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് നമ്മുടെ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയതായിട്ട് ഈ ഒരു ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിലും ഇതുവരെയായിട്ടും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിലും താഴെ കാണുന്ന ഒരു റെഡ് സബ്സ്ക്രൈബ് ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂട്ടത്തിലൊക്കെ കാണുന്ന ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്ന ഒരു ഓപ്ഷൻ തന്നെ കൊടുക്കുകയാണെങ്കിൽ ഞാൻ പുതിയ റെസിപ്പികളൊക്കെ ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഇൻഷാ അല്ലാഹ് വീണ്ടും നമുക്കിതുപോലെ നല്ലൊരു റെസിപ്പിയായിട്ട് കാണാം.